ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. തമിഴ്നാട്ടിലും ആന്ധ്രയിലും ഒക്കെ വളരെ ഫേമസ് ആയ പൊടി ഇഡ്ഡലി, പൊടി ദോശ ഇതൊക്കെ എല്ലാവരും കേട്ടിരിക്കില്ലേ? അതിനാവശ്യമായ പൊടി പ്രിപ്പയർ ചെയ്യുന്നതാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി. ഇത് തമിഴ്നാട്ടിൽ മാത്രമല്ല, ഇപ്പോൾ നമുക്ക് കേരളത്തിലും മിക്കവാറും ഹോട്ടലിലൊക്കെ സുലഭമാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഈ പൊടി ചെയ്യുന്നതിന് നമുക്ക് ആദ്യം ഒരു കടായി ചൂടാക്കാൻ വയ്ക്കാം. അതിലേക്ക് 1/4 ഗ്ലാസ് അരി എടുക്കാം. അത് പച്ചരിയും ആവാം, പുഴുങ്ങലരിയും ആവാം. നമ്മുടെ ചോറുണ്ണ അരിയില്ലേ, ഏതായാലും ഉപയോഗിക്കാം. അത് കുറച്ചൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ എല്ലാം തനിത്തനിയായിട്ടാണ് വറുക്കേണ്ടത്. അതേ കടായിൽ തന്നെ 1 ഗ്ലാസ് തോരൻ പരിപ്പ്, നമ്മുടെ സാമ്പാർ പരിപ്പില്ലേ, അതും ചുവന്ന് വരുന്ന വരേക്കും വറുത്തെടുക്കണം. ഇതെല്ലാം ഡ്രൈ റോസ്റ്റ് തന്നെയാണ് കേട്ടോ, ഒന്നിന് എണ്ണ ആവശ്യമില്ല. അപ്പോൾ ഇത് ലൈറ്റായിട്ട് വറന്ന് വരുമ്പോൾ 2 സ്പൂൺ, അതായത് 2 ടേബിൾ സ്പൂൺ മല്ലി ഇട്ട് കൊടുക്കാം. അതും ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇതെല്ലാം വറന്ന് വരുമ്പോൾ ഒരു മണം വരും, അപ്പോൾ സ്റ്റോപ്പ് ചെയ്യണം. ഇപ്പോൾ അതേ കടായിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് കട്ടിക്കായം ഇല്ലാത്തവർ ലാസ്റ്റ് സ്റ്റേജിൽ അതിൻ്റെ പൗഡർ ചേർത്താലും മതി. ഇപ്പോൾ കട്ടിക്കായത്തിന് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കണം. അത് പൊരിഞ്ഞ് വരുമ്പോൾ തന്നെയാണ് നമുക്ക് മിക്സിയിലിട്ടാൽ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ അതും വറുത്ത് കോരി ഇപ്പോൾ അതിലേക്ക് 2 ഗ്ലാസ് ഉഴുന്നെടുക്കാം. ഞാനിവിടെ തോടുള്ള ഉഴുന്നാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്കത് ഇല്ലയെന്നുണ്ടെങ്കിൽ തോട് കളഞ്ഞ ഉഴുന്നും എടുക്കാം. തോട് മീൻസ് തൊലിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. തൊലി കളയാത്ത ഉഴുന്നാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ അതും ചുവന്ന് വരുന്നവരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇപ്പോൾ ഇതിലേക്ക് 50 ഗ്രാം കറുത്ത എള്ളും കൂടെ ഇട്ട് കൊടുക്കാം. വെളുത്ത എള്ളും ഇടാം, പക്ഷേ കറുത്ത എള്ള്, തോല് കളയാത്ത ഉഴുന്ന്, ഇതൊക്കെയാണ് നമുക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളതെന്ന് പറയാം. വെളുത്ത എള്ളും തൊലിയിൽ കളഞ്ഞ ഉഴുന്നൊക്കെ ഉപയോഗിച്ച് കൊണ്ട് തെറ്റൊന്നുമില്ല, ടേസ്റ്റും മാറില്ല. എള്ളും നന്നായിട്ട് വറുപിടിച്ചിട്ടുണ്ട്, നമുക്കിതിനെ കോരി മാറ്റാം. ഇപ്പോൾ അതേ കടായിൽ തന്നെ നമുക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് 2 സ്പൂൺ പെപ്പർ വറുത്തെടുക്കാം. പെപ്പർ ഡ്രൈ റോസ്റ്റ് ചെയ്യുന്നതിനേക്കാളും നെയ്യിൽ കുറച്ച് വറക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് കൂടും കേട്ടോ. അപ്പോൾ അത് വറുത്ത് കോരിയതിന് ശേഷം അതേ കടായിൽ തന്നെ നമുക്ക് അതേ നെയ്യിൻ്റെ ആ ഒരു സാന്നിധ്യത്തിൽ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില കുറച്ച് കൂടിയാലും നല്ലതാണ് കേട്ടോ. നല്ല മണവും ടേസ്റ്റും ആയിരിക്കും. ഇപ്പോൾ ഈ കറിവേപ്പില നമുക്ക് കോരിയെടുക്കാം. നന്നായിട്ടത് വറന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതേ കടായിൽ നമുക്ക് 10-20 വെളുത്തുള്ളിയുടെ അല്ലി ഇട്ട് കൊടുക്കാം. ഇതാണ് ഫൈനൽ സ്റ്റേജ്. ഈ സമയം വെളുത്തുള്ളി നന്നായിട്ട് വറന്ന് വരുമ്പോൾ നമ്മൾ റെഡ് ചില്ലി മുഴുവൻ ആണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ അതില്ലാത്ത പക്ഷം ഞാൻ 2 സ്പൂൺ, ചെറിയൊരു 2 സ്പൂണ് റെഡ് ചില്ലി പൗഡർ ചേർക്കുകയാണ് കേട്ടോ. അപ്പോൾ പൗഡർ ചേർക്കുന്ന സമയത്ത് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ട് വേണം. അതായത് വെളുത്തുള്ളി നന്നായിട്ടൊന്ന് വഴറ്റി വറന്ന് വന്നതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യുക. അത് കഴിഞ്ഞ് പൊടിയിട്ട് കൊടുക്കാം, റെഡ് ചില്ലി പൗഡർ. ഒപ്പം ഈ പൊടിക്ക് ആവശ്യമായ ഉപ്പും ചേർത്തൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് തണുക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ആദ്യം ഈ മിശ്രിതമാണ് നമ്മൾ മിക്സിയിൽ പൊടിച്ചെടുക്കേണ്ടത്. ലാസ്റ്റ് സ്റ്റേജിൽ മാത്രമാണ് അവസാനമായിട്ട് വറുത്തെടുത്ത വെളുത്തുള്ളിയും മുളകും. നിങ്ങളിപ്പോൾ മുഴുവൻ മുളകാണ് ചേർക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ മെഷർമെൻറ്റ്സിന് 10-12 റെഡ് ചില്ലി ഉപയോഗിക്കാം. അങ്ങനെ ഇതാ ഞാനിവിടെ എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. എൻ്റെ ഈ മുളക് പൊടിക്ക് അഥവാ ഇഡ്ഡലി പൊടിക്ക് അധികം വലിയ റെഡ് കളറില്ല. കാരണം ഞാനിവിടെ കറുത്ത ഉഴുന്നാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. തോല് കളയാത്ത കറുത്ത ഉഴുന്ന്, പിന്നെ കറുത്ത എള്ള്. അത് കാരണം ആ കളർ അങ്ങ് ഹൈലൈറ്റ് ആവുന്നില്ല. ഇത് ഓരോന്നും ബാച്ച് ബൈ ബാച്ചായിട്ട് പൊടിച്ചെടുത്തത് കാരണം അതിൻ്റെ മിക്സിങ് നന്നായിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ കടയിലൊക്കെ കൊടുത്ത് നിറയെ ക്വാണ്ടിറ്റിയിലൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ കടയിലൊക്കെ കൊടുത്ത് പൊടിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിലെ അളവിനാവശ്യമായിട്ടൊക്കെ പൊടിക്കുമ്പോൾ മിക്സി ജാറിൽ കൊള്ളുന്ന അളവിന് കുറച്ചായിട്ടല്ലേ പൊടിക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ മിക്സിങ് കറക്റ്റാണ്. അപ്പോൾ തന്നെ ഉപ്പും മുളകും ഒക്കെ എല്ലായിടവും അത് എത്തിച്ചേരുകയുള്ളൂ. അപ്പോൾ ഇത് കറക്റ്റായ ഇഡ്ഡലി പൊടിക്കോ ദോശയ്ക്കോ ഉള്ള പാകത്തിനായി. നമുക്കിപ്പോൾ ഒരു ദോശയ്ക്കും ഒരു ഇഡ്ഡലിക്കും ഇതെങ്ങനെയാണ് പൊടിയിട്ട് അതിൻ്റെ പുറത്ത് എണ്ണ ഒഴിച്ച് കഴിക്കേണ്ടതെന്ന് കാണിച്ചു തരാം. വെളിച്ചെണ്ണ വേണമെന്നുള്ള ആഗ്രഹമുള്ളൊരു വെളിച്ചെണ്ണ ഒഴിക്കാം, അല്ല നല്ലെണ്ണ വേണമെന്നുള്ളൊരു നല്ലെണ്ണ ഒഴിക്കാം. ഓക്കെ, ഏത് വേണമെങ്കിലും ഇട്ട് ഉപയോഗിക്കാം. ഇത് നമുക്ക് എത്ര നാൾ വേണമെങ്കിലും
വെളിയിൽ വെച്ച് സൂക്ഷിക്കാം, ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇവിടെ എൻ്റെ ഇഡ്ഡലിയും ദോശയുടെയും കളർ കൂടെ വെണ്മയില്ലാന്ന് നിങ്ങൾക്ക് തോന്നാം. അത് വേറെ ഒന്നുമല്ല, തോല് കളയാത്ത ഉഴുന്നും പിന്നെ ചമ്പാ റൈസിൻ്റെ പച്ചരി ഇങ്ങനെയൊക്കെയാണ്. സോ കളറിലൊന്നും ഇവിടെ കാര്യമില്ല. ടേസ്റ്റിന് എല്ലാം വേറെ ഒന്നുമില്ല, നമ്മൾ ഹോട്ടലിൽ കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ്. എണ്ണ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉപയോഗിച്ചോളൂ, വെളിച്ചെണ്ണയെങ്കിൽ വെളിച്ചെണ്ണ, പക്ഷേ ഹോട്ടലിൽ കൂടുതലും നല്ലെണ്ണ തന്നെയാണ് ഉപയോഗിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ അത് തന്നെയാണ് ആന്ധ്ര ആൻഡ് തമിഴ്നാട് സ്പെഷ്യൽ. ഞാനിവിടെ നല്ലെണ്ണ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ നമ്മളെ മലയാളീസിന് വെളിച്ചെണ്ണ വിട്ട് വേറൊരു കളിയില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടവർ ഒന്ന് ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. നമുക്കിതുപോലുള്ള വേറെ വീഡിയോയുമായി അടുത്ത് കാണാം. ചിൽ ദെൻ, ബൈ ഫോർ നൗ.